ഹലോ, ഇന്ന് നമുക്ക് റേഷൻ കടയിലെ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഉണ്ടയുടെ റെസിപ്പി നോക്കാം. ഏകദേശം അരിയുണ്ടയുടെ ഒക്കെ ടേസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു ഉണ്ടയാണിത്. അരിയുണ്ട ഉണ്ടാക്കുമ്പോൾ അരി വറുത്തെടുക്കുന്ന പോലെ ഇതും വറുത്തെടുക്കണം. കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പിന്നെ വറുത്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കഴുകിയിട്ട് അപ്പം തന്നെ വറുക്കുന്നതാണെങ്കിൽ കുറേ നേരം വറുക്കേണ്ടി വരും. തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടാവുന്നവരെ ഇത് വറുത്തെടുക്കുക. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇത് മിക്സിയിൽ പൊടിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പൗഡറായിട്ട് കിട്ടും. അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള വെല്ലം ഉരുക്കിയെടുക്കണം. ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. അതിനുവേണ്ടി 5 അച്ച് വെല്ലമാണ് ഇപ്പോൾ ഉരുക്കിയെടുക്കാൻ പോകുന്നത്. ഏകദേശം 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെല്ലം ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരണ്ടി വെക്കാം. 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പിൻ്റെ പൊടിക്ക് 2 ഗ്ലാസ് തേങ്ങയാണ് വേണ്ടത്. ഇപ്പോൾ വെല്ലം നന്നായി ഇപ്പോൾ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നെയ്യ് ചേർക്കാം. നെയ്യും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പൊടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നുറുക്ക് ഗോതമ്പ് വറുക്കുന്ന സമയത്ത് 2-3 ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏലക്കായുടെ മണവും കൂടി ആ പൊടിയിൽ ഉണ്ടാവും. ഇനി കുറേശ്ശെയായിട്ട് ഇതുപോലെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി വെക്കാം. അത് കഴിഞ്ഞ് കയ്യിൽ നെയ്യ് പുരട്ടി ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നല്ലോണം തണുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഏകദേശം അരിയുണ്ടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. അപ്പോൾ പറയാണ്ടിരുന്നാൽ ആർക്കും മനസ്സിലാവില്ല ഇത് എന്തിൻ്റെ ഉണ്ടയാണെന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ടയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ.